ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ കലത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് കണക്കാക്കിയിട്ടാണ് ഇവിടെ പച്ചരി എടുത്തിട്ടുള്ളത്. ഇതിവിടെ 3 മണിക്കൂർ ഇവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ആവശ്യമുള്ളത് ഞാനിവിടെ 2 ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകി വെച്ചതാണ്. തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സാജീരകം എടുത്തിട്ടുള്ളത്. സാദാ ജീരകമല്ല, അത് സാജീരകമാണ്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ചെറിയ ഉള്ളി യൂസ് ചെയ്താൽ മതി. എല്ലാവർക്കും ഇതിൻ്റെ രുചി ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ചെറിയ ഉള്ളി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് അപ്പക്കാരാണ്. ഓക്കെ, ഇതിലേക്ക് ഏലക്കായാണ് ഇടുന്നത്. ഏലക്കായ ഇട്ടു. പിന്നെ ഇതിലേക്ക് സാജീരകമാണ്. സാജീരകം ഇതിലേക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർക്കുന്നത്. ശർക്കര പാനി ഇതിലേക്ക് ചേർത്തു കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാതും കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സിയിൽ ഒന്നടിക്കാം. ഓക്കെ, കുറച്ച് അപ്പക്കാരം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. തിരിയിടാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് ഡാൽഡയാണ് ഇടുന്നത്. ഡാൽഡയും കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഈ തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ഇടുന്നത്. തേങ്ങാക്കൊത്ത് നല്ലതാണ് ഇട്ടു. തേങ്ങാക്കൊത്ത് കുറച്ച് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ചെറിയ ഉള്ളി ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ച് കൊടുക്കും. ഇവിടെ തേങ്ങാക്കൊത്ത് കുറച്ച് മൂപ്പ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അത് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് നമുക്ക് നല്ലത്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, കുക്കർ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് എള്ള് ഇതിലേക്ക് യൂസ് ചെയ്ത് ഒന്നുകൂടി ഇതെല്ലാതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് ആ തേങ്ങാക്കൊത്ത് ഫുള്ളും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾക്ക് ഇത് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുക്കുമ്പോൾ ഈ കുക്കറിൻ്റെ വിസിൽ നമ്മൾ ഊരണം കേട്ടോ. ഓക്കെ, നമ്മൾ കലത്തപ്പം ഇവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചൂടാറിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഹലോ, നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ കുറച്ചൊരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് എടുത്തത്. ഇല്ലെങ്കിൽ അത് പൊട്ടിയിട്ടൊക്കെ പോകും. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, thanks.